നമ്മുടെ ഈ സിനിമാറ്റിക് എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിയോദർ ദോസ്തോയെവ്സ്കിയുടെ വളരെ പ്രശസ്തനായ എന്നാൽ അങ്ങേയറ്റം സങ്കീർണവും താറുമാറായതുമായ ഒരു കഥാപാത്രത്തിന്റെ മനസ്സിനെയാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. കേൾക്കാൻ റെഡിയല്ലേ? ശരി, അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. ഞാനൊരു രോഗിയാണ്, ഞാനൊരു ദുഷ്ടനാണ്, എനിക്ക് ആകർഷണീയത ഒട്ടുമില്ല. നോക്കൂ, അങ്ങേയറ്റം സ്വയം പരിഹസിക്കുന്ന ഈയൊരു കുറ്റസമ്മതത്തിലൂടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ തന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഇരുട്ടിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ കഥാനായകനെ നമ്മൾ ശരിക്കും പരിചയപ്പെടുന്നത്. പീറ്റേഴ്സ്ബർഗിലെ ഒരു ഇടുങ്ങിയ മൂലയിൽ ഒളിച്ചിരിക്കുന്ന 40 വയസ്സുകാരനായ ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. അങ്ങേയറ്റം സിനിക്കലായ, സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി പിൻവലിഞ്ഞ ഇയാള് പറയുന്നതെന്താണെന്നോ, തനിക്ക് ജീവിതത്തിൽ ഒരു ഷഡ്പദമാകാൻ പോലും കഴിഞ്ഞില്ല എന്നാണ്. വല്ലാത്തൊരു ചിന്താഗതിയാണല്ലേ. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയിലേക്ക് വരാം. ദ ഡിസീസ് ഓഫ് കോൺഷ്യസ്നസ്, അഥവാ ബോധത്തിന്റെ രോഗം. അമിതചിന്ത എങ്ങനെയാണ് നമ്മളെ തളർത്തുന്നത് എന്ന് നോക്കാം. ഇതൊരു വല്ലാത്ത താരതമ്യമാണ്. ഒരു വശത്ത് യാതൊരു സംശയങ്ങളുമില്ലാതെ പ്രവർത്തിക്കുകയും പ്രതികാരമെന്നത് വളരെ ലളിതമായ ഒരു നീതിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യൻ. എന്നാൽ മറുവശത്തോ, അദ്ദേഹം എലി എന്ന് വിശേഷിപ്പിക്കുന്ന ഹൈപ്പർ കോൺഷ്യസായ മനുഷ്യൻ, നിരന്തരമായ സംശയങ്ങളാൽ തളർന്ന, തണുത്തതും ക്രൂരവുമായ വിദ്വേഷത്താൽ മാത്രം നയിക്കപ്പെടുന്ന ഒരാൾ. ഈ അമിതബോധം കാരണം ആ എലിയുടെ അവസ്ഥ ശരിക്കും ദയനീയമാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവന് വ്യക്തമായ ഒരു കാരണം പോലും കണ്ടെത്താൻ കഴിയില്ല. കിട്ടുന്ന ഓരോ ചെറിയ അപമാനത്തെയും അവൻ അസംബന്ധമായ തലത്തിലിരുന്ന് വിശകലനം ചെയ്യും. മാത്രമല്ല, പ്രതികാരത്തിലെ നീതിയെ അവൻ അപ്പാടെ നിരാകരിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി അവൻ സ്വന്തം നിരാശയിലും തകർച്ചയിലും ഒരുതരം രഹസ്യ ആനന്ദം കണ്ടെത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ഭയാനകമായ കാര്യം. ഈയൊരു ചിന്ത നമ്മളെ കൊണ്ടുപോകുന്നത് സ്മാഷിംഗ് ദി സ്റ്റോൺ വാൾ എന്ന ആശയത്തിലേക്കാണ്. അതായത്, യുക്തിക്കും പ്രകൃതി നിയമങ്ങൾക്കും എതിരെയുള്ള ഒരു വലിയ കലാപം. എന്താണ് ഈ കൽമതിൽ? ഒരിക്കലും നിഷേധിക്കാനാവാത്ത പ്രകൃതി നിയമങ്ങൾ, ശാസ്ത്രീയ കണ്ടെത്തലുകൾ, കർശനമായ ഗണിതം എന്നിവയാണത്. സാധാരണ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നുള്ള സത്യങ്ങളിൽ സമാധാനം കണ്ടെത്തുമ്പോൾ, നമ്മുടെ കഥാനായകന് ഇതൊക്കെ തന്റെ ഫ്രീ വില്ലിന്മേലുള്ള, അതായത് സ്വതന്ത്രമായ ഇച്ഛാശക്തിക്കുമേലുള്ള വലിയൊരു അപമാനമായാണ് തോന്നുന്നത്. 2x2=4. ഗണിതശാസ്ത്രപരമായ ഇത്തരം ഉറപ്പുകളെ അദ്ദേഹം കാണുന്നത് തന്റെ വഴി തടയാൻ നിൽക്കുന്ന ധിക്കാരിയായ ഒരാളെപ്പോലെയാണ്. മനുഷ്യരെ വെറും പിയാനോ കീകൾ പോലെ നിയന്ത്രിക്കുന്ന ഇത്തരം നിയമങ്ങളെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ വെറുക്കുന്നു എന്നു തന്നെ പറയാം. അപ്പോൾ ഇവിടെ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കൽമതിൽ തകർക്കാൻ നമുക്ക് ശക്തിയില്ല എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ അതിനെ അംഗീകരിക്കണമോ? പ്രകൃതി നിയമങ്ങൾ സത്യമാണെന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിനോട് അന്ധമായി രാജിയാകണമോ? ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കലാപത്തിലേക്കുള്ള വ്യക്തമായൊരു സൂചനയാണ് നൽകുന്നത്. ഇനി നമുക്ക് ദി അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് എന്ന ഭാഗത്തേക്ക് വരാം. യുക്തിസഹജമായ ഒരു ഉട്ടോപ്യൻ ആശയത്തിന്മേലുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു വിമർശനമാണിത്. സാമ്പത്തിക ശാസ്ത്രജ്ഞരും ചിന്തകരും മനുഷ്യന്റെ നേട്ടങ്ങളെ എപ്പോഴും സമ്പത്ത്, സമാധാനം, യുക്തി എന്നിങ്ങനെ കൃത്യമായി തരംതിരിക്കാറുണ്ടല്ലോ. എന്നാൽ തികച്ചും യുക്തിസഹമായ ഈ പട്ടികകളിൽ നിന്നും അവർ എപ്പോഴും നിർണായകമായ ഒരു മനുഷ്യനേട്ടത്തെ ബോധപൂർവമോ അല്ലാതെയോ ഒഴിവാക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതാണ് ആ ഏറ്റവും മികച്ച നേട്ടം. അത് മറ്റൊന്നുമല്ല, ഒരാളുടെ സ്വന്തം സ്വാതന്ത്ര്യവും അതിരുകളില്ലാത്ത തിരഞ്ഞെടുപ്പുകളുമാണ്. അത് ചിലപ്പോൾ അയാൾക്ക് തന്നെ ദോഷം വരുത്തിയേക്കാം, അല്ലെങ്കിൽ യാതൊരു യുക്തിക്കും നിരക്കാത്തതാകാം. എങ്കിലും മനുഷ്യൻ വെറുമൊരു പ്രവചിക്കാവുന്ന യന്ത്രമല്ല എന്ന് തെളിയിക്കുന്നത് ഇത്തരം സ്വതന്ത്രമായ തീരുമാനങ്ങളാണ്. മനുഷ്യന്റെ ഈയൊരു സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രിസ്റ്റൽ പാലസ് അഥവാ സ്ഫടിക കൊട്ടാരത്തെ ഭയപ്പെടുന്നത്. സംശയങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്ത, എല്ലാ ചോദ്യങ്ങൾക്കും മുൻകൂട്ടി കണക്കുകൂട്ടിയ ഉത്തരങ്ങളുള്ള ഒരു തികഞ്ഞ ഉട്ടോപ്യൻ സമൂഹമാണിത്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കഷ്ടപ്പാടുകളും സംശയങ്ങളുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യബോധത്തിന്റെ ഏക ഉറവിടം. അതില്ലെങ്കിൽ പിന്നെ നമ്മളും മെഷീനുകളും തമ്മിൽ എന്ത് വ്യത്യാസം, അല്ലേ? ദി നെവ്സ്കി പ്രോസ്പെക്ട് വെൻഡേറ്റ. ഈ പറയുന്ന ഫിലോസഫിയൊക്കെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ അദ്ദേഹം വളരെ നിസ്സാരമായ ഒരു പ്രതികാരത്തിന്റെ കഥ പറയുന്നുണ്ട്.
ഒരു പബ്ബിൽ വെച്ചുണ്ടായ വളരെ നിസ്സാരമായൊരു സംഭവമാണിത്. അത്യാവശ്യം ഗാംഭീര്യമുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തന്റെ വഴിയിൽ നിന്നിരുന്ന നമ്മുടെ നായകനെ ഒരു ഈച്ചയെ മാറ്റുന്നതുപോലെ അക്ഷരാർത്ഥത്തിൽ ഒരു വാക്കുപോലും മിണ്ടാതെ വഴിയിൽ നിന്നും എടുത്തുമാറ്റുന്നു. ചിന്തിച്ചു നോക്കൂ ആ ഒരു അവസ്ഥ. ആ നിമിഷം അദ്ദേഹം ഒട്ടും തിരിച്ചു പ്രതികരിച്ചില്ല. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കേണ്ടതാണ്. ഞാൻ ഭീരുത്വം കൊണ്ടല്ല പിന്മാറിയത്, മറിച്ച് അതിരില്ലാത്ത അഹങ്കാരം കൊണ്ടാണ്. താൻ എന്തെങ്കിലും സാഹിത്യഭാഷയിൽ നാടകീയമായി പ്രതികരിക്കാൻ ശ്രമിച്ചാൽ അവിടെയുള്ള ആൾക്കൂട്ടം തന്നെ പരിഹസിക്കുമോ എന്ന വലിയ ഭയമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചത്. ആ ചെറിയ അപമാനം എങ്ങനെയാണ് വർഷങ്ങൾ നീളുന്ന ഒരു വലിയ മാനസിക യുദ്ധമായി മാറുന്നതെന്ന് കണ്ടോ? ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ, അയാളെ തുറന്നുകാട്ടാൻ ഒരു നോവൽ എഴുതൽ, ഒരിക്കലും അയക്കാത്തൊരു കത്ത് തയ്യാറാക്കൽ, ഒടുവിൽ നെവ്സ്കി പ്രോസ്പെക്ട് എന്ന തെരുവിൽ വെച്ച് അയാളുടെ തോളിലിടിച്ച് തന്റെ തുല്യത തെളിയിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ. ശരിക്കും വട്ടാണെന്ന് തോന്നും, അല്ലേ? ഈയൊരു പ്രതികാരത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അസംബന്ധമായ തയ്യാറെടുപ്പുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശമ്പളം മുൻകൂർ വാങ്ങുന്നു, മാന്യത കാണിക്കാൻ വേണ്ടി മാത്രം കറുത്ത കയ്യുറകളും തൊപ്പിയും വാങ്ങുന്നു. പോരാത്തതിന് കടം വാങ്ങിയ പണം ഉപയോഗിച്ച് കോട്ടിന് വില കൂടിയൊരു ജർമ്മൻ ബീവർ കോളർ വരെ വയ്ക്കുന്നു. സമൂഹത്തിൽ തനിക്കും ഒരു വിലയുണ്ടെന്ന് ആ ഉദ്യോഗസ്ഥനെ കാഴ്ചയിലൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ പാടക്കെ. ഒടുവിൽ ആ ക്ലൈമാക്സ് വന്നെത്തി. ആ ഉദ്യോഗസ്ഥന് മുന്നിൽ ചെന്നുപെടുമ്പോൾ ഭയം കാരണം വഴിമാറിപ്പോയ നിരവധി പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം കണ്ണുകൾ ഇറുകയടച്ച് മനസ്സ് കട്ടിയാക്കി ആ ഉദ്യോഗസ്ഥനുമായി നേർക്കുനേർ തോളോട് തോൾ കൂട്ടിയിടിക്കുകയാണ്. വാസ്തവത്തിൽ ആ കൂട്ടിയിടിയിൽ ശാരീരികമായി ഏറ്റവും വലിയ ആഘാതമേറ്റത് നമ്മുടെ നായകനാണെങ്കിലും അദ്ദേഹം തന്റെ ഭൂഗർഭ അറയിലേക്ക് മടങ്ങുന്നത് പൂർണ്ണമായും വിജയിച്ചെന്ന ഭാവത്തിലാണ്. ഞാൻ എന്റെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചു, ഒരു പടി പോലും ഞാൻ വഴങ്ങിയില്ല. പരസ്യമായി ഞാൻ അദ്ദേഹത്തിന് തുല്യനായ ഒരു സാമൂഹിക നിലവാരത്തിലെത്തി എന്നദ്ദേഹം സ്വയം അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈയൊരു സിനിമാറ്റിക് എക്സ്പ്ലെയിനർ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ ഈ കുറ്റസമ്മതം അവസാനം നമ്മളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യപ്രകൃതി യഥാർത്ഥത്തിൽ കൊതിക്കുന്നത് പരിപൂർണമായ യുക്തിയോടുകൂടിയ ഒരു പെർഫെക്റ്റ് ലോകത്തെയാണോ, അതോ നമ്മുടെ സ്വന്തം വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ താറുമാറായ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്.